ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നോ? അതെ, എനിക്ക് ഇച്ചിരി ഒച്ചയടപ്പുണ്ടേ. അത് എനിക്ക് ഫ്ലൂ ആയിരുന്നു എന്നേ. ഫ്ലൂവിൻ്റെ ഭാഗമായിട്ട് പനിയൊക്കെ അങ്ങ് മാറി, പക്ഷേ നല്ല ചുമയാണ്. അതുകൊണ്ട് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറിയൊരു ഒച്ചയടപ്പുണ്ട് കേട്ടോ. അതെ, ഇത് നമ്മുടെ 2025 ലാസ്റ്റ് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് തന്നെ കുറേ ദിവസമായി. പക്ഷേ പിന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ, ഉണ്ണിച്ചൻ്റെ ബർത്ത്ഡേ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഫ്ലൂ, അങ്ങനെ പല കാരണങ്ങളാൽ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ സമയമെടുത്തു. പിന്നെ ഞാൻ ഓർത്ത് എഡിറ്റ് ചെയ്തേക്കാം, എടുത്തതല്ലേ ഒരു മെമ്മറി ആയിട്ടിരിക്കട്ടെ എന്ന് കരുതി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അതെ, പിന്നെ ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റേ. നൈറ്റുള്ള ദിവസം പ്രത്യേകിച്ച് മക്കൾക്ക് പോവുകയും കൂടി വേണമെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ്, അമ്മമ്മ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. മോച്ച നാട്ടിൽ പോയായിരുന്നേ. മോച്ചയ്ക്ക് ശിവഗിരിക്ക് നടന്നു പോകണമെന്നും പറഞ്ഞ് മോച്ച പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ മോച്ച വേഗം പോയായിരുന്നു. 23-ാം തീയതി പോയി, 25-ാം തീയതി തൊട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പം മോച്ച രാവിലെ വിളിക്കും. അങ്ങനെ മോച്ച രാവിലെ വിളിച്ചപ്പോൾ അമ്മമ്മ എഴുന്നേറ്റായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും എഴുന്നേറ്റ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് പുട്ടാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ പുട്ടുണ്ടാക്കണേലോ ഉപ്പുമാവ് ഉണ്ടാക്കണേലോ അവധി ദിവസം ആകണം. ഇവർ സ്കൂളിൽ പോകുമ്പോൾ ആണെങ്കിൽ ഇടിയപ്പോ അല്ലെങ്കിൽ എന്താ പറയുന്നത് പാലപ്പോ, ദോശയോ, പിന്നെ ഗോതമ്പ് ദോശയോ, ഓട്സ് ദോശയോ, അങ്ങനെ ദോശകളുടെ വെറൈറ്റികളോ പിന്നെ ഇഡ്ഡലിയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഈ പുട്ടും ഉപ്പുമാവും ഒന്നും സ്കൂളിൽ കൊടുത്തു വിടാറില്ല, അല്ലേ തന്നെ അവർ കഴിക്കത്തുമില്ല. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് പുട്ടാണ് കേട്ടോ. വെജിറ്റബിൾസിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, നല്ല മടിയാണ് മക്കൾക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ. ക്യാരറ്റ് പുട്ടിൻ്റെ കൂടെയെങ്കിലും ക്യാരറ്റ് പോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ. ദേവമോളോട് ക്യാരറ്റ് കഴിക്കാൻ പറഞ്ഞാൽ ദേവമോൾ പറയും, അമ്മ എനിക്ക് ക്യാരറ്റ് വെന്ത് വരുന്ന ടേസ്റ്റ് എനിക്കിഷ്ടമല്ല, പച്ചയ്ക്കാണെങ്കിൽ ഞാൻ കഴിക്കും. അങ്ങനെ അമ്മമ്മ ക്യാരറ്റ് പുട്ടൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഓർത്ത് കുറച്ച് യോഗ ചെയ്തേക്കാന്ന്. കുറേ നാളായിട്ട് ഇപ്പോൾ യോഗ ക്ലാസ്സിന് കയറുന്നില്ല. നവംബർ ഡിസംബർ ആയപ്പോൾ തന്നെ വീടിൻ്റെ മെയിൻ്റനൻസ് കാരണം ഷോർട്ട് സ്റ്റേയിലോട്ടുള്ള താമസം, പിന്നെ കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ്, അങ്ങനെ എല്ലാം കൂടെ വന്നപ്പം എനിക്ക് പ്രോപ്പറായിട്ട് യോഗ ക്ലാസ്സിന് കയറാൻ പറ്റിയില്ല. അതെ, ഞാൻ ഈ യോഗ പഠിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങളുള്ളതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയും ഒരു ഇമോഷണൽ കൺട്രോളും ഒക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയ പോലൊരു ഫീലാണ് ഈ യോഗ ക്ലാസ്സിന് കയറിയതിന് ശേഷം കേട്ടോ. ഞാൻ യോഗ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഫയറെല്ലാം ഭയങ്കരമായിട്ട് അടിക്കുന്നു. അപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് പോയതാണ് കേട്ടോ. അതെ, നമ്മുടെ ഫയർ അലാമിൻ്റെ ചെക്കിങ് അവിടെ നടക്കുന്നതാണ് കേട്ടോ. പക്ഷെ നമുക്കറിയില്ലല്ലോ ചെക്കിങ് ആണ്. പേടിച്ച് പോയി ഓടിച്ചെന്ന് നോക്കിയായിരുന്നു. പിന്നെ അമ്മമ്മ ഫ്രിഡ്ജിൽ നിന്ന് ക്രാബ് എടുത്ത് വെള്ളത്തിലോട്ട് ഇടുവാണ് കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ആ മീൻ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ പച്ചക്കറി മാർക്കറ്റും ഉണ്ട് കേട്ടോ. ഞാൻ വന്ന് എടുക്കാൻ വേണ്ടി ഉണ്ണിച്ചൻ എഴുന്നേറ്റ് വന്ന് കംപ്ലൈൻറ്റ് പറയുകയാണ് കേട്ടോ. ഉണ്ണിച്ചൻ അങ്ങനെയാണ്, ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉണ്ണിച്ചനെ വിളിക്കണം, അല്ലെങ്കിൽ ഉണ്ണിച്ചൻ എന്ന് ഇതാണ് പതിവ്. ഇന്നെന്തോ കരഞ്ഞില്ല, അല്ലെങ്കിൽ കരഞ്ഞോണ്ടാണ് വരുന്നത്. അമ്മ എന്നെ വിളിച്ചില്ലല്ലോ, അമ്മ എന്താ എന്നെ വിളിക്കാതെ പോയെന്ന് ചോദിച്ച്. അങ്ങനെ 2 ആളെയും വിളിച്ച് അവരെ ബ്രഷ് ചെയ്യാൻ കൊണ്ടുപോവാണ് കേട്ടോ. ദേവ് ചേച്ചി എല്ലാം തന്നെ ചെയ്തോളും. പിന്നെ കിട്ടിയ അവസരമല്ലേ, ദേവ് ചേച്ചി അതങ്ങ് മുതലെടുത്താണ്. പിന്നെ ദേവമോളുടെ മുടി ചീകി കെട്ടി കൊടുക്കുവാണ് കേട്ടോ. ദേവമോളുടെ മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട്. അപ്പം ഞാൻ അതാണ് പറയുന്നത്, നോക്കിക്കേ എന്തോരം മുടിയാണ് ഈ പൊഴിയുന്നത്. ദേവമോളോട് ഞാൻ പറയുന്ന റീസൺ എന്നാന്ന് വെച്ചാൽ വെള്ളം കൂടി നല്ല കുറവാണ്, ഒരുപാട് കുറവാണ്. പിന്നെ പച്ചക്കറി കഴിക്കുന്നതും കുറവാണ്. പിന്നെ മെയിൻ റീസണായ വൈറ്റമിൻ ഡിയും കുറവാണ്. അതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ മോൾക്ക് നന്നായിട്ട് മുടി പൊഴിയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേന് തൈറോയിഡിൻ്റെ കാര്യമായിരിക്കും എന്ന് ഇത് തൈറോയിഡ് ചെക്ക് ചെയ്യിപ്പിച്ചു. തൈറോയിഡ് നോർമലായിരുന്നു, കൂടെ വൈറ്റമിൻ ഡിയും ചെക്ക് ചെയ്തു. വൈറ്റമിൻ ഡി മോൾക്ക് നല്ല കുറവായിരുന്നു കേട്ടോ. അങ്ങനെ മോള് അന്നേരം ഡ്രോപ്സ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മന്ത്ലി വൺസ് ഒരു ടാബ്ലറ്റ് വെച്ച് കഴിക്കുന്നുണ്ട്. അതെ, ഞങ്ങൾ കഴിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ണിച്ചൻ ഇന്നലെ കടയിൽ പോയപ്പോൾ ഒരു മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് നടക്കുന്നതാണ്. അത് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൊട്ടിക്കുമ്പോൾ ദേവുവിന് വേണമെന്ന് പറഞ്ഞ് ദേവുവിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒരു ബഹളം. അങ്ങനെ അമ്മ വന്ന് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇതിനകത്ത് കുറച്ച് പൊടിയും
ഇതന്നെ ഈ സംഭവം നേരാണ്, അമ്മമ്മ പറഞ്ഞ കറക്റ്റാണ്. എന്തൊക്കെയാണ് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി അല്ലേ? അതെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഈ വീഡിയോയിൽ അല്ല, ഈ ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മൾ ഔട്ട്സൈഡ് പോകുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതെ, അങ്ങനെ നമ്മുടെ ഞണ്ട് വെള്ളത്തിൽ കിടന്ന് ഐസൊക്കെ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഞണ്ട് അങ്ങ് റെഡിയാക്കിയേക്കാന്ന്. പിന്നെ ഉണ്ണിച്ചനില്ലാത്ത ഒരു പരിപാടിയില്ലല്ലോ. ഞണ്ട് എടുത്തപ്പോൾ തന്നെ ആൾ പറഞ്ഞായിരുന്നു, അമ്മ ഞാനും വരുന്നുണ്ട്, ഞാനാണ് അതിൻ്റെ കാലെല്ലാം ഒടിച്ചിരുന്നതെന്ന്. എങ്ങനെയെങ്കിലും ആകട്ടെ, ചുക്കില്ലാത്ത കഷായമുണ്ടോ എന്ന് പറയുന്ന പോലാണ് ഉണ്ണിച്ചൻ്റെ പരിപാടികൾ. സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് കാറും. പിന്നെ ഞാനവർക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാമെന്ന്. അങ്ങനെ ഞണ്ടിനകത്ത് കിടന്ന് ദേഹത്തും എല്ലാം പറ്റിച്ച് അങ്ങനെ ഞണ്ട് കഷ്ടപ്പെട്ട് എടുക്കുക. പിന്നുണ്ടല്ലോ, ഞാൻ കൂടുതലും വെജിറ്റബിൾസും ഈ നോൺ വെജ് അതായത് ഫിഷുകളും ഒക്കെ കൂടുതലും മേടിക്കുന്ന മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ. അതായത് ലുലു പോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് പൈസ കൂടുതലായിരിക്കും. അതുകൊണ്ട് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഓപ്പൺ മാർക്കറ്റുകളാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴത്തേന് പച്ചക്കറിക്കാകട്ടെ പിന്നെ ഫിഷിനാകട്ടെ നല്ല റേറ്റിൽ ഡിഫറൻസ് ഉള്ളതായിട്ട് തോന്നാറുണ്ട്. അവിടുന്ന് ഈയിടെ ഞങ്ങൾ പോയപ്പോഴത്തേന് സ്ട്രോബെറി വാങ്ങിച്ചു. സ്ട്രോബെറിക്ക് അവിടെ 250 പൈസ ഉണ്ടായിരുന്നല്ലോ. ഒരു 3-4 ബോക്സ് മേടിച്ചു. ഇപ്പം പൊതുവേ സ്ട്രോബെറിക്ക് വില കുറവാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, അവധി ആകുമ്പോഴത്തേന് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഞങ്ങൾ നാട്ടിലോട്ട് വിളിക്കുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമയത്തിൻ്റെ കൂടുതലും പോകുന്നത് നാട്ടിലോട്ട് വിളിച്ചു തന്നെയാണ്. ചേച്ചിയോട് വിളിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. ചേച്ചിയെ വിളിച്ച് ഒരുപാട് സമയം സംസാരിക്കും. ചേച്ചിയെ വിളിക്കുമ്പോൾ മനസ്സിനൊരു സുഖമാണ് കേട്ടോ. അതുകൊണ്ട് കുറേ സമയം സംസാരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനാണ് ദേവമോൾക്ക് കരാട്ടയുടെ ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അതിനു മുമ്പ് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ സാറിന് അയച്ചു കൊടുക്കണമെന്ന് അതിന് പോയതാണ് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. പിന്നെ അമ്മമ്മയുടെ കാലിലോട്ട് നോക്കി എന്താണെന്ന് വെച്ചാലേ, അമ്മമ്മയുടെ കാലിൽ ഒരു വെരിക്കോസ് വെയിൻ പൊട്ടി ഒരു അൾസർ പോലെ ആയിട്ടുണ്ട്. അമ്മമ്മയ്ക്ക് ഭയങ്കര വേദനയാണ്. പിന്നെ അമ്മമ്മയ്ക്ക് ഷുഗറും കൂടി ഉള്ളതുകൊണ്ട് അത് കരിയാനായിട്ട് കുറച്ച് പാടാണ്. അതാണ് അമ്മമ്മ മുണ്ടൊക്കെ മുറുക്കി കുടുത്തി നിൽക്കുന്ന പോലെ കിച്ചണിൽ നിൽക്കുന്നത്. അപ്പോഴേ ഞാൻ ഓർത്തെന്നാൽ ഞണ്ടുകറി അങ്ങ് വെച്ചേക്കാന്ന്. ഞണ്ടുകറി വെക്കാനായിട്ടേ നമ്മൾ മെയിൻ്റനൻസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സ്ഥാനം ലൈറ്റായിട്ടൊന്ന് മാറ്റി കിച്ചണിൽ നിന്ന് നമ്മൾ ആ ഫ്രിഡ്ജ് എടുത്ത് ഹാളിലോട്ട് അങ്ങ് വെച്ചു. അപ്പോൾ ഓരോ സാധനം അവിടെ നിന്ന് എടുക്കണമല്ലോ. അപ്പം എൻ്റെ PA 2 പേര് അവിടെ ഉണ്ടല്ലോ, അവരോട് പറയും ഓരോന്നും എടുത്തുകൊണ്ട് വരാനായിട്ട്. അവർ തന്നെയാണ് ഓരോന്നും എടുത്തുകൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് TV കണ്ടാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അല്ലേ? അതുകൊണ്ട് ദേവമോളോട് ഞാൻ പറഞ്ഞു, ദേവമോളെ തക്കാളിക്ക് എടുത്തുകൊണ്ട് വാ, ദേവമോളെ കരിയാപ്പില എടുത്തുകൊണ്ട് വാ. അമ്മേ ഞാൻ ചെയ്യാമേ എന്ന് പറഞ്ഞാൽ ഉണ്ണിച്ചൻ എന്തെങ്കിലും ചാടി വരും. ഉണ്ണിച്ചാ ഒന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ ഉണ്ണിച്ചന് മടിയാണ് കേട്ടോ. അതേസമയം ദേവിച്ചേച്ചിയുടെ പേര് പറയുകയാണെങ്കിൽ ആദ്യം ചെയ്തോളൂ. അമ്മമ്മ ഒരു സൈഡിൽ എണ്ണ കാച്ചുവാണ് കേട്ടോ. നമ്മുടെ എണ്ണ തീർന്നായിരുന്നു. അച്ഛക്ക് നടക്കാൻ ഓക്കെയാണോ? നടക്കാൻ സാരില്ല, പറ്റത്തില്ലാന്ന് തോന്നുന്നു കയറിപ്പോണം. അച്ഛനാണ് കേട്ടോ. പദയാത്രയ്ക്ക് പോയ സമയത്ത് ഉച്ചയ്ക്ക് അവർക്ക് ഊണഴിക്കുന്ന സമയത്ത് കുറച്ച് സമയം കിട്ടും. അന്നേരം നമ്മളെ ഒന്ന് ഇടയ്ക്ക് വിളിക്കും. അങ്ങനെ അച്ഛയോടൊന്ന് സംസാരിച്ചാണ് കേട്ടോ. അച്ഛൻ പോകുന്നതിന് മുമ്പ് പറിച്ച് വെച്ച കുറച്ച് മുരിങ്ങയില ഉണ്ടായിരുന്നു. അത് തോരനോടെ വെക്കാമെന്ന് അമ്മ പറഞ്ഞു. കാരണം അമ്മമ്മ ഞണ്ട് കൂട്ടത്തില്ല. അങ്ങനെ അപ്പോൾ അമ്മമ്മയ്ക്ക് സൈഡിൽ കൂടെ കഴിക്കാനായിട്ട് കഴിഞ്ഞ ദിവസത്തെ ഇച്ചിരി മീൻ ചാറും ഉണ്ട്, പിന്നെ ഇച്ചിരി മുരിങ്ങയിലയും കൂടി ഇരിക്കട്ടെ എന്ന് ഓർത്തു. ഇതിൻ്റെ ഇടയ്ക്ക് തകൃതിയായി ദേവിച്ചേച്ചി ഉണ്ണിക്കുട്ടനോടുള്ള അടി നല്ല പൂരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അടി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര സ്നേഹത്തിരിക്കുന്നതാണ്. പിന്നെ ഞാൻ അധികം മൈൻഡ് ചെയ്യാൻ പോകാറില്ല. ഇതിൻ്റെയൊക്കെ അപ്പുറം കഴിഞ്ഞിട്ട് വന്നതല്ലേ നമ്മളും. ഞാനും എൻ്റെ രണ്ടാമത്തെ ചേച്ചിയും കൂടെ എന്തോ ഒരു അടിയായിരുന്നു. എൻ്റെ കൈകളിൽ ഇപ്പോഴും പാടുണ്ട് ചേച്ചി മാന്തി പറിച്ച്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെന്ത് അല്ലേ? അതുകൊണ്ട് ഞാനധികം അങ്ങനെ മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. പിന്നെ ഇടയ്ക്ക് ഓറഞ്ച് എടുത്തിട്ട് ഇച്ചിരി ഉപ്പിട്ട് കഴിച്ചേക്കാന്ന് കരുതി. ഉണ്ണിച്ചിന് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ ഉപ്പും മുളകും കൂടി ഇട്ടിട്ടുള്ള ഈ പരിപാടികളെല്ലാം. അങ്ങനെ ഇവൻ ഓറഞ്ച് എടുത്താലും ഉണ്ണിച്ചൻ പറയും, അമ്മേ മുളകും കൂടി ഇട്ടിട്ട് വാ അമ്മയെന്നും പറഞ്ഞ് ഉണ്ണിച്ചൻ ഇച്ചിരി എരിവൊക്കെ കൂട്ടും. ദേവിച്ചേച്ചിയെ പോലല്ല കേട്ടോ. അങ്ങനെ തകൃതിയായിട്ട് അമ്മമ്മ അവിടെ എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുക. കുറേ സമയം നിന്നിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനെന്തോ ഒരു കണക്കൊക്കെ ഉണ്ട്. മൂപ്പ് കൂടിക്കഴിഞ്ഞാൽ മുടി പൊഴിയുമെന്ന് അമ്മ പറയുന്നത്. അമ്മ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും എങ്ങനെ കാണിച്ചു തരും. ഞാൻ അന്നേരം എല്ലാം കണ്ടുപഠിക്കും. പിന്നെ അമ്മ തന്നെ ഉണ്ടാക്കും. അമ്മയുള്ളപ്പോൾ ഇതിനൊക്കെ മടിയാന്നേ. മടി നമുക്കാകാമല്ലോ അല്ലേ?
പിന്നെ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റൗവേൽ ഞങ്ങളൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തു. പുതിയ സ്റ്റൗവൊന്നും അല്ല കേട്ടോ. അങ്ങനെ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ് മേടിച്ചിട്ട് അങ്ങോട്ട് സ്പ്രേ ചെയ്തു. ഇരിക്കട്ടെന്നേ, ഒരു മോടിയൊക്കെ പുതിയ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് കയറിയതില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് എന്നെ സഹായിക്കാൻ വന്ന ഉണ്ണിച്ചിയുടെ കൈ പൊള്ളുകയും ചെയ്തു. അതിന് പിണങ്ങി പോന്നതാണ്. പിന്നെ അങ്ങനെ ഞണ്ട് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് 2 പേർക്കും ചോറ് അങ്ങ് വാരി കൊടുത്തേക്കാന്ന്. കാരണം തന്നെ കഴിച്ചാലും ഞണ്ടിൻ്റെ സമയത്ത് നമ്മൾ അത് പൊളിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിലെളുപ്പം വാരി കൊടുത്തേക്കുവാണെങ്കിൽ പരിപാടി അങ്ങ് കഴിഞ്ഞേക്കും. അങ്ങനെ 2 ആൾക്ക് ഞാൻ ചോറ് അങ്ങ് വാരി കൊടുത്തു. അവർ കഴിച്ചതിന് ശേഷം ഞങ്ങളും അങ്ങ് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അമ്മമ്മയ്ക്ക് നല്ല കാലുവേദന ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ കഴുകാമെന്ന് പറഞ്ഞു. കാല് വയ്യെങ്കിലും അമ്മയാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ എനിക്കിന്നിപ്പോൾ വൈകുന്നേരം പോയാൽ മതിയല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങ് ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, അമ്മ പോയി റെസ്റ്റ് എടുത്തോളാം പറഞ്ഞ് അമ്മയോട് പറഞ്ഞു വിട്ടു. അമ്മയൊക്കെ ആരോഗ്യത്തോടെ ഇരുന്നാലല്ലേ ഉള്ളൂ മക്കളെയൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അമ്മയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. വല്ലപ്പോഴെങ്കിലും റെസ്റ്റൊക്കെ ആകാമല്ലോ അല്ലേ. പിന്നെ ഉണ്ടല്ലോ അതിനിടയ്ക്ക് ദേവക്കുട്ടനും ഉണ്ണിക്കുട്ടനും കൂടെ നല്ല അടിയാണ്. അതാണ് ഞാൻ തിരിഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന പാത്രങ്ങളെല്ലാം കഴുകി നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, നമ്മുടെ കിച്ചന് ഫ്രണ്ടിലുള്ളതാണ് നമ്മുടെ എസ്റ്റേറ്റ് കേട്ടോ. ആ ഒരു ജനലിൻ്റെ പടി അവിടെയാണ് നമ്മുടെ കൃഷി. എന്താണ് കൃഷി? കറ്റാർ വാഴ. പിന്നെ ഉണ്ടല്ലോ പനിക്കൂർക്കലയും വെച്ചായിരുന്നു, പക്ഷെ അത് കരിഞ്ഞു പോയി. ഉണ്ണിച്ചൻ ഇടയ്ക്കിടയ്ക്ക് വേര് വന്നോ ഇല പൊട്ടിയോ എന്നൊക്കെ നോക്കാനായിട്ട് കയറി അതിൻ്റെ പനിക്കൂർക്കല കിളുത്തില്ല. പിന്നെ കുറച്ച് കറ്റാർവാഴയുണ്ട് കേട്ടോ, ഒരു 3-4 ചുവട് കറ്റാർവാഴ നിൽക്കും, പക്ഷേ വേറെ ഒന്നും വെച്ചാലും അവിടെ നിൽക്കത്തില്ല. ആകെ ആ കാണുന്ന ആ ജനലിൻ്റെ പടി മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ആ ഒരു സ്പേസും പിന്നെ നമ്മുടെ ഹാളിൻ്റെ സൈഡിലുള്ള ആ വിൻഡോയുടെ ആ ഒരു സ്പേസിലാണ് നമ്മൾ ഈ ചെടികളൊക്കെ വെക്കുന്നത്. അല്ലാതെ ഇവിടെ എന്തിടാ അല്ലേ. അങ്ങനെ ഞാൻ കിച്ചനെല്ലാം ക്ലീൻ ചെയ്ത സമയത്ത് ഞാൻ ഫ്ലോറിലോട്ട് നോക്കിയപ്പോൾ ഫ്ലോർ നിറച്ചും ചെളിയാണ്. അപ്പം എനിക്ക് സത്യം പറയാനുണ്ടല്ലോ, കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോഴത്തേന് ഫ്ലോറ് കഴുകുന്ന ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫ്ലോറ് തുടയ്ക്കുന്നതിനേക്കാട്ടിലും കിച്ചൺ ഫ്ലോറ് കഴുകുന്നതാണ് ഏറ്റവും വലിയ ഈസി ആയിട്ട് തോന്നാറുള്ളത്. കാരണം എന്നാന്ന് വെച്ചാൽ അവിടെയുള്ള ഈ ഗ്യാപ്പിൽ കൂടെ വെള്ളം താഴോട്ട് പൊയ്ക്കോളുകയും താനും, പിന്നെ തുടയ്ക്കുന്നതിൻ്റെ അത്രയും കഷ്ടപ്പാടും ഇല്ല. അമ്മ അതിൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു, മതി സോമ, ഇന്ന് നീ നൈറ്റിനൊക്കെ പോകാനുള്ളതല്ലേ, നീ പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറയുന്നതാണ്. സാരമില്ലമ്മേ, ഇതും കൂടി ചെയ്തിട്ട് പോകാമെന്നും പറഞ്ഞാണ് അമ്മയെ പറഞ്ഞു വിട്ടത്. അങ്ങനെ മക്കൾ രണ്ടും കളിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. 2025 എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷമായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എനിക്കുണ്ടായി. ഒരുപാടെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു. അതായത് എൻ്റെ സൗണ്ട് അടഞ്ഞു പോയിട്ട് എനിക്ക് എന്താണ് റീസൺ എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് കണക്ട് ചെയ്ത് പറഞ്ഞപ്പം ഇനി അവർ പറഞ്ഞു എന്തെങ്കിലും ക്യാൻസറിൻ്റെ പ്രശ്നമാണോ, അങ്ങനെ വരെ പറഞ്ഞവരുണ്ട് കേട്ടോ. എന്തായാലും അതൊന്നും അല്ലാന്ന് ഒരുപാട് പൈസ മുടക്കി കുറേ ടെസ്റ്റുകൾ ചെയ്തപ്പം അങ്ങ് മനസ്സിലായി. അങ്ങനെ 2025 കുറേ മെൻ്റൽ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൂടുതൽ അങ്ങ് അനുഭവിച്ചു. പക്ഷെ നല്ലൊരു വർഷം കൂടിയായിരുന്നു കേട്ടോ. നിങ്ങളുടെയൊക്കെ 2025 എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിങ്ങ് കയറി വന്നു. അപ്പോൾ എന്താണ്, മക്കളെല്ലാം കളിക്കാനായിട്ട് പോയി. കളിക്കാനായിട്ട് അമ്മയെ പൊക്കോട്ടയും ചോദിച്ച് 2 ആളും പോയിട്ടുണ്ട്. ഉണ്ണിച്ചനിപ്പം അമ്മമ്മ കൂടെ ചെല്ലുന്ന ഇഷ്ടമല്ല. ഉണ്ണിച്ചൻ പറയുന്നത് ഞാൻ ബിഗ് ആയില്ലേ, ഇനി എന്തിനാ എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിച്ച് അങ്ങനെ നമ്മൾ ദേവി ചേച്ചിയും കൂട്ടിയാണ് കളിക്കാൻ വിടുന്നത് കേട്ടോ. കളിക്കാൻ പോകുമ്പോഴത്തേന് ഈ ഗ്രൗണ്ടിൽ ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ. നമ്മുടെ കോംപ്ലക്സിലുള്ള ഒരുപാട് പിള്ളേർ ചേർന്നാണ് ഇവരെല്ലാം കൂടിയാണ് ഗ്രൗണ്ടിൽ കളിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് യോഗയ്ക്ക് കയറാനുള്ള സമയമായി, യോഗ ക്ലാസ്സിന് സമയം. എന്നാൽ ഞാൻ യോഗ ക്ലാസ്സിന് കയറാമെന്ന് കരുതിയപ്പോഴോ ദേവി ചേച്ചി കരഞ്ഞോണ്ട് പറയുന്നതാണ് കേട്ടോ. ഞാനതങ്ങ് മ്യൂട്ട് ചെയ്തു. ഒന്നിച്ച് നീ പരിപാടിയൊക്കെയാണ്, നീ താഴെ കളിക്കാൻ പോയിട്ട് അവിടെ ചെന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി 2 ആളും കൂടി അടിയുണ്ടാക്കി കയറി വന്നതാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ദേവമോളോട് പറഞ്ഞു, ദേവമോള് പൊക്കോ, ഉണ്ണിച്ചനെ കൂടെ കൊണ്ടുപോകണ്ട, ഉണ്ണിച്ചൻ ചേച്ചി പറഞ്ഞ അനുസരിക്കത്തില്ല, കൂടെ പോകണ്ടെന്ന് പറഞ്ഞ് ദേവുവിനെയും പറഞ്ഞു വിട്ടു. ഉണ്ണിച്ചൻ അങ്ങനെയാണ്.
ദേവുവിനോട് പറയാതെ തിരിച്ചു കയറിപ്പോരും. പാവം ദേവു കോംപ്ലക്സ് മുഴുവൻ തപ്പി നടക്കും ഉണ്ണി എന്ത് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പറഞ്ഞു വിട്ടതിന് ശേഷം അമ്മമ്മ തുണിയും വിരിക്കാൻ താഴോട്ട് പോയി. ഞാൻ അന്നേരം യോഗ ക്ലാസ് ഉണ്ടായിരുന്നു, യോഗ ക്ലാസ്സിന് കയറി. എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ സ്ട്രെസ്സും ഒരു പരിധി വരെ കുറയ്ക്കാൻ എന്നെ സഹായിച്ചത് ഇതിനകത്തെ ബ്രീത്തിങ്ങും പിന്നെയാണെങ്കിൽ മെഡിറ്റേഷനും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല റിലാക്സേഷൻ ടെക്നിക്സും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് യോഗ. ഞാൻ മാക്സിമം ട്രൈ ചെയ്തും ക്ലാസ്സുകൾക്ക് കയറാനായിട്ട്. രാവിലെ ചിലപ്പോൾ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ കയറാൻ പറ്റില്ല. ഈവനിങ് സെഷൻ 6 o'clockനാണ് കേട്ടോ ഇവിടുത്തെ. ആ സമയമാകുമ്പോൾ ഒന്നെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനായിട്ടോ പ്രിൻ്റ് എടുക്കാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ വെളിയിൽ പോവോ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ആവുന്ന ദിവസങ്ങൾ എനിക്ക് കയറാനേ പറ്റാറില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. കാരണം എനിക്ക് ഒരു ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ യോഗയാണ് കേട്ടോ. ഈ പ്രായമായോണ്ടാണോ എന്നറിയത്തില്ല, ഇപ്പം എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം. ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് സ്നേഹിക്കും. പണ്ട് അമ്മ പറയായിരുന്നു ആ അമ്മേനെയാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അന്നേരമൊക്കെ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെയാണ്, അമ്മ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോലും ഉള്ളെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രായമായപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു അർത്ഥമൊക്കെ മനസ്സിലാക്കി വരുന്നത്. ന്യൂ ഇയറിന് മുമ്പുള്ള ലാസ്റ്റ് യോഗ സെക്ഷൻ ആയിരുന്നു കേട്ടോ. 1 hour ക്ലാസ്സിൽ കുറച്ച് സമയം നമ്മൾ യോഗ പോസസും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ. ബാക്കി ടൈമിൽ ഞങ്ങൾ തന്നെ ഭയങ്കര വാചോടിയാണ് കേട്ടോ. അന്നേരം തന്നെ ഒരു പ്രത്യേക ഹാപ്പിനെസ് കിട്ടാറുണ്ട് എനിക്ക് കേട്ടോ. അപ്പം നിതമ്മ പറയുകയാണ് അമ്മേനെ കാണാറുണ്ട്, കൂടെയുള്ളവരും ഒക്കെ പറയുകയാണ് അമ്മയെ കാണാറുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം അമ്മ പറയുന്ന കമൻറ്റാണ് കേട്ടോ. അമ്മ പറയുന്നത് നമ്മൾ ചുമ്മാ നിൽക്കുമ്പോഴും വീഡിയോ ആണ്, നമ്മൾ അറിയുന്നില്ലേ അമ്മയുടെ എല്ലാം ഒറിജിനൽ ആണെന്നും അറിയുന്നില്ല. അതെ, അത് തന്നെ അമ്മ പറയുന്നത്, അമ്മയുടെ ഫുള്ള് ഒറിജിനലാണ്, ഒന്നിനും അഭിനയമില്ലാന്ന്. അതെ, ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അമ്മ ഒന്നിലും അഭിനയിക്കുമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അവരെല്ലാം വീഡിയോസൊക്കെ കാണാറുണ്ട്, ഇതാണ് അവർ അമ്മയോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ അതിനുശേഷം അവിടെ ഇരുന്ന് തന്നെ പിള്ളേർക്ക് ഈവനിങ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു RFC അങ്ങ് ഓർഡർ ചെയ്തു. ഞാൻ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. ഉണ്ണിച്ചനും ദേവും വന്നായിരുന്നു അന്നേരം. ഉണ്ണിച്ചൻ ആദ്യം കയറി വന്നു കേട്ടോ. ഉണ്ണിച്ചനെ എന്നാൽ കുളിപ്പിച്ചേക്കാന്ന് കരുതി. ഞാൻ RFC ഉണ്ടെന്നും പറഞ്ഞ് ബ്ലാക്ക് ചെയ്ത്, ബ്ലാക്ക് ഓൾറെഡി വരും അങ്ങനെ പറഞ്ഞ് ആളെ ഞാൻ കുളിക്കാൻ കയറ്റി. അപ്പോൾ ദേവി ചേച്ചിയും കളി കഴിഞ്ഞെത്തി. അമ്മമ്മ വിളക്ക് എത്തിക്കാനുള്ള പരിപാടിയും നടത്തി. ചില സമയങ്ങളിൽ ഭയങ്കര ബോറടിയാണ്, ചില സമയങ്ങളിൽ ഹാപ്പിനെസ് ആണ്. അപ്പം ഞാൻ ചിന്തിക്കും, എനിക്കിനി ബൈപ്പോളർ ഡിസോർഡർ ആണോ ആവോ അറിയത്തില്ല. എനിക്കുണ്ടല്ലോ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കണം, അല്ലെങ്കിലുണ്ടല്ലോ എനിക്കിഷ്ടമല്ലെന്നേ. അതുകൊണ്ട് ഞാൻ ഈ 2025 എനിക്കെന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷനോ എനിക്കെന്തെങ്കിലും ഒരു ടെൻഷനോ വരുമ്പോഴത്തേന് അതങ്ങോട്ട് മനസ്സിൽ വെച്ചിട്ട് പിള്ളേരെന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരുടെ അടുത്തങ്ങ് ഇറക്കുമെന്ന്. എന്താണെന്നറിയത്തില്ല, 2026 ന്യൂ ഇയർ റെസൊല്യൂഷന് അതങ്ങ് മാറ്റിയേക്കാന്ന് പറഞ്ഞുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാകുമോ എന്തോ. എനിവേ, രണ്ടുപേരുടെയും കുളി കഴിഞ്ഞപ്പോഴത്തേന് RFC എത്തി. അതെ, ഈ RFC എത്തിയത് ഞങ്ങൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്കറിയാലോ, അമ്മമ്മ ചിക്കൻ കഴിക്കത്തില്ല, പക്ഷേ ചിക്കൻ ഇടുന്ന മുട്ട കഴിക്കും. എന്താല്ലേ, ഞാൻ അമ്മയോട് എപ്പോഴും അത് ചോദിക്കും. അതൊരു പാർഷ്യാലിറ്റി അല്ലേ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ RFC കഴിച്ചപ്പം അമ്മമ്മയാണെങ്കിൽ പുട്ട് കഴിച്ച് ആ സങ്കടം അങ്ങ് തീർത്ത്. RFCയിൽ ഒരു ഫാമിലി പാക്കാണ് കേട്ടോ മേടിച്ചത്. അപ്പം ഓഫർ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ നഗറ്റ്സും കിട്ടി. പിന്നെ എന്തോ പേയ്മെൻറ്റിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു തോന്നണം, ഞാൻ അത്ര ഓർക്കുന്നില്ല. ഞങ്ങളെല്ലാവരും കഴിച്ച് അമ്മമ്മ പുട്ടും കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഡിന്നർ അങ്ങ് കഴിച്ചു. അന്നേരം എനിക്ക് പോകാനുള്ള സമയമായി, നൈറ്റിന് പോകണ്ടേ. പോകുന്ന സത്യം പറഞ്ഞാൽ ഇപ്പം മടിയാണ് കേട്ടോ. പണ്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, എനിക്കിപ്പം വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ 23-ാം തീയതി ശമ്പളം വരില്ലല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ അത് മനസ്സിലോർത്ത് അങ്ങ് ഡ്യൂട്ടിക്ക് പോകുന്ന. ജീവിക്കണ്ടേന്നേ, അല്ലെങ്കിൽ എന്തോ ചെയ്യും. ഞാൻ കൂടുതലും നൈറ്റുള്ള ഷിഫ്റ്റാണ് എടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി സമയം കിട്ടും നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, വെളിയിൽ പോകാൻ, ഫാമിലി ടൈം ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ആ ഡ്യൂട്ടിയാണ് കേട്ടോ.
അങ്ങനെ 2025 ലാസ്റ്റ് ഡ്യൂട്ടിക്ക് ഞാൻ പോവുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അങ്ങനെ എൻ്റെ ഉണ്ണിച്ചേട്ടൻ എന്നെ കൊണ്ടാക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ.